വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കൂടുതൽ സഹായം നൽകുന്നത് പരിശോധിച്ച കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ഇതുവരെ നൽകിയ സഹായവും പ്രത്യേക പാക്കേജ് സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അറിയിച്ചേക്കും. കേരളം ആവശ്യപ്പെട്ട 2219 കോടി രൂപയുടെ പാക്കേജ് മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണ്. ജിഷ്ണു തുടരുന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാം ഇന്ന് വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനം വരികയാണ്. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ള തുകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന് കൂടുതൽ അറിയാൻ സാധിക്കും. മാത്രവുമല്ല, ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നൊരു ആക്ഷേപം ഇത് തന്നെയാണ്. കാരണം എത്രത്തോളം തുക കിട്ടിയിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി അത് വിനിയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ദുരന്ത ബാധിതർക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുകയാണ് ഇത്തരം പുതിയ നീക്കങ്ങൾ, അല്ലേ? ദേവിക, വയനാട് നടന്നിട്ടുള്ള പ്രകൃതി ദുരന്തം, ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് നൽകിയിട്ടുള്ള ഇതുവരെ നൽകിയ സഹായവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പരിഗണനയിലുള്ള പ്രത്യേക പാക്കേജ് സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ലോക്സഭയിൽ അത് സംബന്ധിച്ച് വിശദീകരണം നൽകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം നിലവിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ നിധിയിൽ, കേരളത്തിൻ്റെ ദുരന്ത നിവാരണ നിധിയിൽ 783 കോടി രൂപ ബാക്കിയുണ്ട്. ഒപ്പം ഈ നവംബർ 16-ന് 153 കോടി രൂപ കൂടി കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അത് ഈ വ്യോമസേന രക്ഷാപ്രവർത്തനങ്ങൾക്കും ഒപ്പം മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുമായാണ് 153 കോടി രൂപ നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ സ്വാഭാവികമായി നൽകാവുന്ന തുകകൾ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള സഹായം വളരെ കൃത്യമായി കേരളത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. പക്ഷേ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നില്ല എന്നും ഒപ്പം വയനാട്ടിൽ ഇത്രയധികം ദുഃഖം നേരിട്ട ഈ ഒരു ദുരന്തത്തിനിരയായവർക്ക് യാതൊരു തരത്തിലുമുള്ള സഹായം എത്തിക്കാനോ അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കാനോ അതിന് തുടക്കം കുറിക്കാനോ കേരള സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സെപ്റ്റംബർ മാസത്തിൽ 153 കോടി, വീണ്ടും നവംബർ 16-ന് വീണ്ടും 153 കോടി രൂപയും കൊടുത്തിട്ടുണ്ടെന്നും നിലവിൽ സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ നിധിയിൽ 783 കോടി രൂപ ബാക്കിയുണ്ട് എന്നുള്ളതുമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം വയനാട്ടിലെ ഈ ഒരു ദുരന്തത്തെ അതീവ ഗുരുതര സ്വഭാവമുള്ള ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക പാക്കേജ്, പ്രത്യേക സഹായം ഇനിയും നൽകാൻ സാധിക്കുമോ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നത്. ദേവിക.